കാത്തു നിൽക്കുന്നു. കാണാഞ്ഞപ്പോ ഞാൻ ശരിക്കും വിഷമിച്ചു. ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് കരുതിയതല്ല. എന്റെ ബന്ധത്തിലുള്ള ഒരു ചേച്ചി എന്നെ സിറ്റിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ അവരുടെ വീട്ടിൽ നിന്നാ. വലിയ കാശുകാരാ. അച്ഛനും അമ്മയും മരിച്ചതറിഞ്ഞിട്ടാ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. പോയാ പിന്നെ എന്നാ വരിക? നമ്മൾ എങ്ങനെ കാണും? സിറ്റിയിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോ എന്നെ മറക്കോ? നിന്നെ മറക്കാനോ? നിനക്കറിയാലോ വീട്ടിലെ സ്ഥിതിയൊക്കെ. പാവ അമ്മ. എന്നെ കുഞ്ഞായിരിക്കുമ്പോഴേ സുമംഗല ചേച്ചിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോ ഞാൻ ഒത്തിരി കരഞ്ഞു. പോവില്ല എന്ന് വാശി പിടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെ പോയാ 3 നേരം നിനക്ക് വയറു നിറച്ച് ചോറ് കിട്ടും. ഇവിടെ നിന്നെ ഒരു നേരമെങ്കിലും ഊട്ടാൻ ഞാനും നിന്റെ അച്ഛനും കഷ്ടപ്പെടുക. നീയെങ്കിലും പോയി രക്ഷപ്പെടാൻ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് തിരിച്ചു പോന്നു. അമ്മ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഞാനെങ്ങനെയാ അവിടെ പട്ടുമെത്തേ കിടന്ന് ഉറങ്ങുന്നത്? എന്തിനാ പവിത്രങ്ങയുടെ അച്ഛനും അമ്മയും തൂങ്ങി മരിച്ചത്? അന്ന് ഞാൻ കൃഷ്ണേട്ടൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു. പവിത്രൻ എന്നെ നോക്കി പോലും ഇല്ല. പാവം തോന്നി. ഒത്തിരി കരഞ്ഞു അല്ലേ? എന്തിനാ പവിത്രങ്ങയുടെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു കുരുത്തക്കേട് കാണിച്ചത്? നാട്ടുകാർ പറയുക പവിത്രന്റെ അച്ഛൻ കാവലിൽ നിന്ന പൊന്നമത്ത് തറവാട്ടിലെ നിലവറയിലുണ്ടായിരുന്ന ഒരു തങ്കവിഗ്രഹം മോഷ്ടിച്ചതിന് അതിന്റെ ഉടമസ്ഥര് കേസ് കൊടുത്തുവെന്ന്. പോലീസുകാരെ പിടിക്കാതിരിക്കാനാ അവർ രണ്ടേരും തൂങ്ങിച്ചത്തേന്ന്. ഒക്കെ നുണയാ. എന്റെ അച്ഛൻ ഒരിക്കലും മോഷ്ടിക്കില്ല. ഒരിക്കലും പൊന്നമ്പത്തിലെ ചക്ക മോഷ്ടിച്ചതിന് അച്ഛൻ എന്നെ മടല് വെച്ച് തല്ലിയതാ. അങ്ങനെയുള്ള അച്ഛൻ വിഗ്രഹം മോഷ്ടിക്കുവോ? ഇതേതോ കള്ളന്മാര് മോഷ്ടിച്ചതാ. ശ്രേയ വിഷമിക്കണ്ട. ഞാൻ പറ്റിച്ചു പോവില്ല. എല്ലാ മാസവും ഞാൻ നിനക്ക് കത്തയക്കും. ഇടയ്ക്ക് കാണാനും വരാം. ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. അവിടെ ബംഗ്ലാവിൽ സുഖം കിട്ടുമ്പോ, ടൗണിൽ പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോ പവിത്രങ്കയെ എന്നെ മറക്കും. ടൗണിലൊക്കെ കയ്യിൽ പഫ് വെച്ച സിൽക്ക് കുപ്പായിട്ട് പെൺകുട്ടികളുണ്ടല്ലോ, അവര് പവിത്രനെ മയക്കിയെടുക്കും. എന്നെ മറക്കും. നിന്നെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഇത് പൊന്നമ്മത്തെ മച്ചിലെ ഭഗവതിയുടെ മാലയാ. വലിയ ശക്തിയുള്ള ദേവിയാ. നീ ഇത് കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ആരെയും കാണിക്കരുത്. നിനക്ക് വിശ്വാസം വരാനായിട്ട് ഞാനിത് നിന്റെ കഴുത്തിലിടാൻ പോവാ. എനിക്കിത് വേണ്ട കേട്ടോ. എനിക്ക് പേടിയാ. പവിത്രന്റെ അച്ഛൻ വിഗ്രഹം മോഷ്ടിച്ച പോലെ ഈ മാലയെ മോഷ്ടിച്ചാണെങ്കിൽ പോലീസ് എന്നെയും കൊണ്ടുപോയില്ലേ? അതല്ലേ ഞാൻ ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞത്. സൂക്ഷിച്ചു വെക്കണം. മാസം തോറും ശ്രേയക്കുട്ടിക്ക് ഞാൻ മണി ഓർഡർ അയക്കാം. കേട്ടോ? അയ്യോ, സമയം ഒത്തിരിയായി. സുമംഗലേച്ചി ഇവിടെ കാത്തുനിന്ന് ക്ഷമ കെട്ട് കാണും. ഞാൻ പോട്ടെ. മാല സൂക്ഷിക്കണേ. നല്ല വിലയുള്ള മാലയാ.